സോ അതുകൊണ്ടാണ് പറയുന്നത് ഫാസിസം ഹിസ്റ്ററിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഫാസിസം എന്നതൊരു ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതിലൊരു ലീഡറിനോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനോ ആയിരിക്കും സുപ്രീം പവർ. ഇവരുടെ ഒരു കൺട്രോളിനനുസരിച്ചായിരിക്കും ആ രാജ്യം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഈ ലീഡറിനെയോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെയോ ആർക്കും ചോദ്യം ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. തികച്ചും എക്സ്ട്രീം റാഷണലിസവും സപ്രഷൻ ഓഫ് ഇൻഡിവിജ്വൽ, സൈലൻസിങ് ഓഫ് ഓപ്പോസിഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. റോബർട്ടോ പാക്സ്റ്റൺ ഈ കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ രാജ്യമോ കമ്മ്യൂണിറ്റിയോ അപകടത്തിലാണെന്ന് വരുത്തിയിരിക്കുകയും അതിൻ്റെ സൊല്യൂഷനായിട്ട് ലീഡറിനെ ഫോളോ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവരുടെ റൂളിംഗ് കൊണ്ട് രാജ്യം വീണ്ടും പവർഫുൾ ആകുമെന്നൊരു ഇലൂഷനാണ് ഇവിടെ ഇവർ വരുത്തി തീർക്കുന്നത്. ഇതിൻ്റെയും ഒരു മെയിൻ എക്സാമ്പിളാണ് നാസി ജർമ്മനി. ഈ സമയത്ത് ഇവരുടെ ഐഡിയോളജീസിന് എതിരായിട്ടുള്ള ആർട്ടുകൾ സെൻസർ ചെയ്യുകയും ബാൻ ചെയ്യുകയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഐഡിയോളജീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊപ്പഗണ്ട ആർട്സിനെ പ്രൈസ് ചെയ്യുകയും അവാർഡ് കൊടുക്കുകയും ചെയ്തു. ഈവൻ ദോ ഈ വർക്കുകൾക്കൊന്നും വലിയ ഗുണമില്ലെങ്കിലും ഇത് ഹിസ്റ്ററിയിൽ മാത്രമല്ല ഇപ്പോഴും പല ഫോംസിലും ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. സപ്പോസ് ഒരു സിനിമയ്ക്ക് അതിൻ്റെ ആർട്ടിസ്റ്റിക് വാല്യൂയോ ക്വാളിറ്റിയോ ഒന്നും നോക്കാതെ തന്നെ റൂളിംഗ് പാർട്ടിയുടെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊറ്റ കാരണത്താൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു ടൈപ്പ് ഓഫ് ഫാസിസമാണ്.